प्यारे बच्चों, आदाब। सबको +1 उर्दू के इस क्लास में खैर मुक़दम करता हूँ। आपने देखा होगा कि हमारा पहला सबक बाबाए कौम गांधी जी का उर्दू में लिखा हुआ एक ख़त है। क्या है? ख़त है। ख़त का माना लेटर है, അറിയാം നമുക്ക്, കത്താണ്। और इसका जमा है, ख़त का प्लूरल है ख़ुतूत। ഇതിൻ്റെ ബഹുവചനമാണ് കത്തുകൾ, ലെറ്റേഴ്സ്, ख़ुतूत। और इससे ख़ुतूत निगारी ख़ुतूत निगारी क्या है? लेटर राइटिंग है। इसको उर्दू में मकतूब निगारी भी कहते हैं। മക്തൂബ് നിഗാരി, ഖുത്തൂത്ത് നിഗാരി. നമുക്കറിയാം, കത്തുകൾ ഇക്കാലത്ത് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലത്ത് കത്തുകൾക്ക് വലിയ പ്രാധാന്യമില്ലെങ്കിലും ഏതാണ്ട് ഒരു 25-30 വർഷങ്ങൾക്ക് മുമ്പ് വരെ കത്തുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. വിദൂര സ്ഥലങ്ങളിലുള്ള ആളുകൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന വളരെ ചെലവ് കുറഞ്ഞ ഒരു മാർഗമാണ്, ആശയവിനിമയം നടത്താനുള്ള മാർഗമായിരുന്നു കത്ത്. അപ്പോൾ ചില കത്തുകൾക്ക് സാഹിത്യപരമായും ചരിത്രപരമായും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട്. അത്തരം സാഹിത്യപരമായി പ്രാധാന്യമുള്ള കത്തുകൾ, വലിയ സാഹിത്യ കൃതികളൊക്കെ ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ മകൾക്കയച്ച കത്തുകൾ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത്തരം ഒരു സാഹിത്യ നിലവാരത്തിലേക്ക് ഉയരുന്ന കത്തെഴുത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉറുദുവിൽ ഖുത്തൂത്ത് നിഗാരി, ഖുത്തൂത്ത് നിഗാരി എന്ന് പറയുന്നത് മക്തൂബ് നിഗാരി എന്നും പറയും. ओके, तो हम सबको मालूम है कि मौजूदा ज़माने में ख़ुतूत निगारी यानी लेटर राइटिंग को ज़्यादा अहमियत नहीं है, लेकिन 20-25 साल पहले तक ख़त की बड़ी अहमियत होती थी। अजीम शायर मिर्ज़ा गालिब को उर्दू में ख़ुतूत निगारी का बानी कहा जाता है. മിർസ ഗാലിബിനെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉറുദുവിലെ മഹാനായ കവിയാണ്. മിർസ ഗാലിബിനെയാണ് ഉറുദുവിലെ ഈ കത്തെഴുത്ത് സാഹിത്യത്തിൻ്റെ ഫൗണ്ടറായിട്ട് കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തിന് മുമ്പും ആളുകൾ കത്തെഴുതിയിട്ടുണ്ട്. പക്ഷേ കത്തുകളെ ഒരു സാഹിത്യ നിലവാരത്തിലേക്ക് ഉയർത്തിയ ആദ്യത്തെ ഒരു സാഹിത്യകാരൻ മിർസ ഗാലിബാണ്. और मौलाना अबुल कलाम आज़ाद भी उर्दू का सबसे मशहूर ख़ुतूत निगार अदीब है. ये दो नाम आपको याद रखना होगा ख़ुतूत निगारी के ताल्लुक़ से. हमारा ये सबक आपका प्यारा गांधी जी अपना दोस्त डॉक्टर मुख्तार अंसारी की बेटी ज़ुहरा अंसारी के नाम जेल से लिखा हुआ ख़त है. चलिए देखते हैं कि गांधी जी इस ख़त में ज़ुहरा अंसारी से क्या क्या कहते हैं. प्यारी बेटी ज़ुहरा, तुम्हारे दोनों ख़त मिल गए हैं. പ്രിയപ്പെട്ട സുഹറ, ഈ ആഴ്ച 2 കത്തുകളും കിട്ടിയിട്ടുണ്ട്. ഖുദാ की मेहरबानी से मेरी सेहत अच्छी हो रही है. ദൈവത്തിൻ്റെ കാരുണ്യത്താൽ എൻ്റെ ആരോഗ്യം നന്നായി വരുന്നുണ്ട്. മെഹർബാനി കാരുണ്യമാണ്, സെഹത്ത്
ആരോഗ്യമാണ്. ഖുദാ കി മെഹർബാനി സെ മേരി സെഹത് അച്ചി ഹോ രഹി ഹെ. ഖുദാ ने फाका करवाया था, ഖുദാ ने ही खाना दिया. ദൈവം തന്നെയാണ് പട്ടിണി കിടത്തിയതും ദൈവം തന്നെ ഭക്ഷണം തരികയും ചെയ്തു. ഫാക്ക പട്ടിണിയാണ്. ഖുദാ ने फाका करवाया था, खुदा ने ही खाना दिया. अब हम सब खुदा से मांगे कि हिंदू मुस्लिम के बीच भी मिलाप पैदा कर दे. ഹിന്ദു മുസ്ലിങ്ങളുടെ ഇടയിൽ ഐക്യമുണ്ടാകാൻ വേണ്ടി ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. മിലാപ്പ് ഐക്യമാണ്. അബ് ഹം സബ് ഖുദാ സെ മാംഗേ के हिंदू मुस्लिम के बीच भी मिलाप पैदा कर दे. जब तक ये नहीं होता मुझे पूरी शांति हो नहीं सकती. ഇതില്ലാത്തിടത്തോളം കാലം ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ചാണ് ഗാന്ധിജി പറയുന്നത്. ജബ് തക് യേ നഹി ഹോത്ത, ഇതില്ലാത്തിടത്തോളം കാലം മുझे പൂരി ശാന്തി ഹോ നഹി സക്തി, എനിക്ക് പൂർണ്ണമായൊരു സമാധാനം ശാന്തി ലഭിക്കുകയില്ല. അബ്ബാജാൻ കെ ഖത്ത് മുझे മിൽത്തെ രഹത്തെ ഹേ. അബ്ബാജാൻ്റെ സുഹ്റയുടെ പിതാവിൻ്റെ കത്ത് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അബ്ബാജാൻ കെ ഖത്ത് മുझे മിൽത്തെ രഹത്തെ ഹേ. അബ് തുമേ ഉസ്താനി കാ കാം ശുരു കർ ദേനാ ഹേ. ഇനി നിനക്ക് ടീച്ചറുടെ ജോലി ആരംഭിക്കേണ്ടതുണ്ട്. ഉസ്താനി, ഉസ്താദ് ടീച്ചറാണ്. ഉസ്താനി എന്ന് പറയുന്നത് ലേഡി ടീച്ചർക്കാണ് ഉസ്താനി എന്ന് പറയുന്നത്. അബ് തുമേ ഉസ്താനി കാ കാം ശുരു കർ ദേനാ ഹേ. തുമാരെ ഖത്ത് മേരെ ലിയെ സബക് ഹോ ജാത്തെ ഹേ. നിന്റെ കത്തുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ പാഠങ്ങളാണ്. സബക് പാഠം. മേരെ പാസ് കാഫി ഉറുദു ഖത്ത് ആത്തെ ഹേ. എൻ്റെ അടുത്തേക്ക് ധാരാളം ഉറുദു കത്തുകൾ വരുന്നുണ്ട്. തുംസെ ബഡ്കർ കിസി കെ ഹുറൂഫ് ഖൂബ്സൂരത് നഹി ഹോത്തെ. നിന്റെ കയ്യക്ഷരത്തെക്കാളും മനോഹരമായ ഒരു കത്തുകളും ഞാൻ കണ്ടിട്ടില്ല. തുംസെ ബഡ്കർ കിസി കെ ഹുറൂഫ് ഖൂബ്സൂരത് നഹി ഹോത്തെ. നിന്റെ എഴുത്തിനേക്കാളും മികച്ച കയ്യെഴുത്തിനേക്കാളും നല്ല കയ്യക്ഷരമുള്ള കത്തുകൾ ഞാൻ കണ്ടിട്ടില്ല. തുമ്ഹാരെ ഹുറുഫ് കെ ലിയേ ഹി തുമ്ഹാരെ ഖത്ത് ബാർ ബാർ പഠ്നെ കാ ദിൽ ചാഹ്താ ഹേ. തുമ്ഹാരെ ഹുറുഫ് കെ ലിയേ ഹി, നിന്റെ അക്ഷരങ്ങൾ കാണാൻ വേണ്ടി, നിന്റെ കയ്യക്ഷരങ്ങൾ കാണാൻ വേണ്ടി തുമ്ഹാരെ ഖത്ത് ബാർ ബാർ പഠ്നെ കാ ദിൽ ചാഹ്താ ഹേ, വീണ്ടും വീണ്ടും നിന്റെ കത്തുകൾ വായിക്കാൻ ആഗ്രഹം തോന്നാറുണ്ട്. തുമ്ഹാരെ ഹുറുഫ് കെ ലിയേ ഹി തുമ്ഹാരെ ഖത്ത് ബാർ ബാർ പഠ്നെ കാ ദിൽ ചാഹ്താ ഹേ. ഹാ ആജ്കൽ ബാ ദിൻ ഭർ മേരെ സാത്ത് രഹത്തി ഹേ. ഈയിടെയായിട്ട് ബാ എന്നത് കസ്തൂർബ, ഗാന്ധിജിയുടെ ഭാര്യയെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. ബാ കസ്തൂർബ ദിൻ ഭർ മേരെ സാത്ത് രഹത്തി ഹേ, മുഴുവൻ സമയവും എൻ്റെ കൂടെ തന്നെയുണ്ട്. സർദാർ ഔർ മഹാദേവ് ദേശായി തോ സാത്ത് ഹി ഹേ. സർദാർ ഔർ മഹാദേവ്, സർദാർ വല്ലഭായ് പട്ടേലാണ് നമുക്കറിയാം. ഒരു മഹാദേവ് ദേശായി ഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഇദ്ദേഹത്തോടൊപ്പം ഈ രണ്ടുപേരും ജയിലിൽ ഒരേ സമയത്ത് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് പറയുന്നത്. സർദാർ ഔർ മഹാദേവ് ദേശായി തോ സാത്ത് ഹി ഹേ. അമ്മജാൻ കോ ഹം സബ് की तरफ से बहुत സലാം. ഉമ്മക്ക് അമ്മാജാൻ, സുഹറ അൻസാരിയുടെ മാതാവിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അമ്മാജാൻ കോ, അമ്മാജാന് ഹം സബ് की तरफ से बहुत സലാം, നമ്മുടെ എല്ലാം ഞങ്ങളുടെ എല്ലാം സലാം പറയുക. തുമ്ഹാരെ ലിയെ ബഹുത് ദുആ, എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥനകളോടെ. ആപ്ക മോഹൻ ദാസ് കരംചന്ദ് ഗാന്ധി. യർവാദ ജയിൽ 10 മാർച്ച് 1932. യർവാദ ജയിലിൽ വെച്ച് അദ്ദേഹം എഴുതിയ കത്താണിത്. അതുകൊണ്ടാണ് അവിടെ യർവാദ ജയിൽ എന്ന് പ്രത്യേകം കൊടുക്കുന്നത്. ഈ നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഈ കത്തിൻ്റെ ഒരു ഫോം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് അതിൻ്റെ അഭിസംബോധന തുടങ്ങിയിരിക്കുന്നത്. താഴെ കത്ത് എഴുതി അവസാനിപ്പിക്കുമ്പോൾ താഴെ ഇടത് ഭാഗത്താണ് നമ്മൾ അല്ലേ ആപ്ക
എന്ന് പറഞ്ഞിട്ട് പേരെഴുതുന്നത്. റൈറ്റ് സൈഡിലാണ് പ്ലേസ് ആൻഡ് ഡേറ്റ് ഇടുന്നത്. इस सबक के साथ आपके लिए एक छोटा सा ग्रामर पार्ट भी है. क्या है वो है इस्म. इस्म क्या है इस्म? हाँ, आप सब जानते हैं, अंग्रेजी में इसको नाउन कहते हैं. इंग्लिश में നമ്മൾ ഇതിനെ नाउन എന്നാണ് പറയുന്നത്. और मलयालम में नामम कहते हैं. क्या है इस्म? देखिए, ज़ुहरा, मुंबई, कलम, ये सब क्या है? ज़ुहरा एक लड़की का नाम है, मुंबई एक मकाम का या एक जगह का नाम है, कलम एक चीज़ का नाम है. तो ऐसे अल्फाज को, इन्हें वाकुകളെയാണ് क्या कहते हैं? हम इस्म कहते हैं. इस्म എന്ന് പറയുന്നത്. तो क्या है इस्म? किसी शख्स, शख्स का माना है पर्सन, आदमी, किसी शख्स, जगह या चीज़ के नाम को या किसी और के नाम को, वो चाहे शख्स हो, जगह हो या चीज़ हो या किसी हालत हो या किसी कैफियत हो, किसी भी नाम को हम इस्म कहते हैं. क्या है? किसी शख्स, किसी जगह या किसी चीज़ या किसी कैफियत या किसी हालत के नाम को इस्म कहते हैं. इस्म की दो किस्म है. इस्म की दो किस्म है. किस्म क्या है? टाइप, तरम. देयर आर टू टाइप्स ऑफ इस्म, नाउन. उर्दू में दो तरह के इस्म है. इसमें ख़ास और इसमें आम. क्या है वो? देखिए, इन अल्फाज को देखिए. मैंने यहाँ दो ग्रुप में चंद अल्फाज लिखे हैं. രണ്ട് ഗ്രൂപ്പായിട്ട് ഞാനിവിടെ കുറച്ച് വാക്കുകൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. क्या है? हाँ, गांधी जी, ताजमहल, गंगा, हैदराबाद, हाँ, आदमी, इमारत, नदी, शहर. तो क्या है? गांधी जी, ताजमहल अरियालो मालूम है, आप सबको मालूम है ताजमहल क्या है. गंगा क्या है? आपको मालूम है. हैदराबाद, आदमी, इमारत. इमारत क्या है? इमारत का माना है बिल्डिंग, केटड़म, अल्ले. नदी, शहर. शहर क्या है? टाउन. तो इन दो ग्रोह में, ये രണ്ട് ഗ്രൂപ്പിൽ क्या फ़र्क है? अब देख कर बोलिए. എന്താണ് ഈ രണ്ട് ഗ്രൂപ്പായി തിരിച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു വ്യത്യാസം എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? देखिए, तो गांधी जी क्या है? गांधी जी एक शख्स का नाम है, एक ख़ास शख्स का नाम है. ताजमहल एक ख़ास इमारत का नाम है, एक ख़ास बिल्डिंग का, ഒരു പ്രത്യേക കെട്ടിടത്തിൻ്റെ പേരാണ് താജ്മഹൽ, അല്ലേ? ഗംഗ एक ख़ास नदी का नाम है, ഒരു പർട്ടിക്കുലർ നദിയുടെ പേരാണ്. हैदराबाद एक ख़ास जगह का, एक ख़ास मकाम का नाम है, ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ പേരാണ്. और ये देखिए, आदमी. आदमी हाँ, एक कॉमन नेम है, पर्टिकुलर नहीं है, ख़ास नहीं है. क्या है? ये आम है, कॉमन है, ये आम नाम है. इमारत ये भी क्या है? ये एक आम नाम है, कॉमन नेम, अल्ले.
പൊതുവായ പേരാണ്. നദി ये भी एक आम नाम है, പൊതുവായ പേരാണ്. शहर ये भी क्या है, तो एक आम नाम है, कॉमन नेम, अल्ले പൊതുവായ പേര്. तो इसको हम ये खास नाम को हम क्या कहते हैं, इसमें खास कहते हैं. इसमें खास पर्टिकुलर नाउन, अल्ले इसमें खास कहते हैं. और इनको कॉमन कॉमन नाउन, इसको क्या कहते हैं, इसमें आम कहते हैं. इसमें आम आयनान, इसमें आम कहते हैं. तो ये है इसम की दो किस्म. क्या है इसमें खास, क्या है किसी खास शख्स, इमारत या नदी या किसी खास जगह के नाम को, किसी खास नाम को इसमें खास कहते हैं. और एक किसी आम नाम को इसमें आम कहते हैं. तो आपको ये इसमें खास और इसमें आम समझे होंगे. अब आप दरसी किताब के पेज नंबर 14 देखिए. പുസ്തകത്തിലെ 14ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം सरगर्मियाँ. सरगर्मियाँ क्या है, एक्सरसाइजेस है, ആക്ടിവിറ്റീസ് ആണ്, നിങ്ങൾക്കുള്ള ചോദ്യങ്ങളാണ്. तो आप ये सब सवालात पढ़िए और उसके जवाब लिखने की कोशिश कीजिए. तो क्या क्या है ये सरगर्मियाँ देखिए. सवाल नंबर 1, अब हम सब खुदा से मांगे कि हिंदू मुस्लिम के बीच भी मिलाप पैदा कर दे. जब तक ये नहीं होता मुझे पूरी शांति हो नहीं सकती. गांधी जी के इस कौल पर आपके ख्यालात वाज़ी कीजिए. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കോട്ടിംഗ് ആണ്. अब हम सब खुदा से मांगे कि हिंदू मुस्लिम के बीच भी मिलाप पैदा कर दे. जब तक ये नहीं होता मुझे पूरी शांति हो नहीं सकती. എന്താ വേണ്ടത്, ഗാന്ധിജിക്ക് ഇസ് കൗൾ പർ, ഗാന്ധിജിയുടെ ഈ ഒരു അഭിപ്രായത്തോട്, കൗൾ അഭിപ്രായം, ആപ്കെ ഖയാലാത്ത് വാസി കീജിയെ, താങ്കളുടെ ഖയാലാത്ത് എന്താണ്, ചിന്തകൾ അല്ലെങ്കിൽ അതിനോടുള്ള പ്രതികരണം, നിങ്ങളുടെ പ്രതികരണം എന്താണ്, ഗാന്ധിജിയുടെ ആ ഒരു വാചകത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണെന്നാണ് എഴുതേണ്ടത്. दूसरा सवाल, गांधी जी के इस खत के जवाब में ज़ुहरा ने क्या लिखा होगा. ज़ुहरा का जवाबी खत तैयार कीजिए. ഗാന്ധിജിയുടെ ഈ കത്തിന് സുഹറ എന്തായിരിക്കും മറുപടി എഴുതിയിട്ടുണ്ടാവുക, സുഹറയുടെ മറുപടി കത്ത് തയ്യാറാക്കുക. तीसरा सवाल, हिंदुस्तान की मौजूदा हालत बयान करते हुए गांधी जी के नाम एक खत लिखिए. ഹിന്ദുസ്ഥാൻ കി മൗജൂദ ഹാലത്ത്, ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ, ബയാൻ കർത്തേ ഹുവെ വിവരിച്ചുകൊണ്ട് ഗാന്ധിജിക്ക് നാം ഏക് ഖത്ത് ലിഖിയെ, ഗാന്ധിജിയുടെ പേരിൽ ഒരു കത്ത് എഴുതുക. ഒരു സാങ്കല്പിക കത്താണ്, ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥകൾ വിവരിച്ചുകൊണ്ട് ഗാന്ധിജിക്ക് ഒരു കത്ത് എഴുതുക. और चौथा सवाल, उर्दू क्लब के तहत आपके स्कूल में गांधी जयंती का जश्न मनाने का फैसला किया है. इसका ऐलान करते हुए एक नोटिस तैयार कीजिए. ഉറുദു ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിളംബരം ചെയ്തുകൊണ്ട് ഒരു നോട്ടീസ് തയ്യാറാക്കുക. पांचवा सवाल, गांधी जयंती के मौके पर आपके स्कूल में मुख्तलिफ प्रोग्राम मुनक्कद किए जाते हैं. अखबार में शाये करने के लिए इसकी एक रिपोर्ट तैयार कीजिए. गांधी जयंती अवसरത്തിൽ के मौके पर आपके स्कूल में मुख्तलिफ प्रोग्राम मुनक्कद किए जाते हैं. നിങ്ങളുടെ സ്കൂളിൽ ധാരാളം വ്യത്യസ്ത പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കപ്പെട്ടു, നടത്തപ്പെട്ടു. അഖ്ബാർ മേ ഷായ കർനെ കെ ലിയെ, പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഇസ്കി एक റിപ്പോർട്ട് തയ്യാർ കീജിയെ, ഇതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. इस खत में
और आखिरी सवाल, इस खत में बहुत से अस्मा इस्तेमाल हुए हैं. अस्मा का माना नामങ്ങൾ, nouns. इसमिൻ്റെ ജമാണ് अस्मा. इस तरह आपने भी मुख्तलिफ किस्म के अस्मा सुने होंगे. उन्हें जमा कीजिए और उनको इसमें ख़ास और इसमें आम के ज़मरों के तहत लिखिए. നിങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങളിലും മറ്റുമായിട്ട് ധാരാളം ഈ നാമപദങ്ങൾ, നൗൺസ് കേട്ടിട്ടോ കണ്ടിട്ടോ വായിച്ചിട്ടോ ഉണ്ടാവും. അതൊക്കെ ജമാ കർണ ശേഖരിക്കുക, അതൊക്കെ ഒന്ന് ശേഖരിക്കുക. और उनको इसमें ख़ास और इसमें आम के ज़मरों के तहत लिखिए. എന്നിട്ട് അതിനെ വേർതിരിച്ചിട്ട് ഇസ്മെ ഖാസ് എന്നും ഇസ്മെ ആം എന്നും തലക്കെട്ട് കൊടുത്ത് അതിനെ ആ വേർതിരിച്ച് എഴുതുക. तो आज का क्लास हम यहीं ख़त्म करेंगे. फिर नए सबक के साथ फिर मिलेंगे. शुक्रिया.